പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തിനാണ് ഈ സാക്ഷ്യം, എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം. ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത്, അതിൻ്റെ നോ ഹൗ ആണ് ഈ പറയണത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി, അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത്. നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സെയിം ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം, ധന്യയുടെ പ്രശ്നം എന്താണ്? ധന്യ എന്താ പറഞ്ഞത്? ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ്, പേടിയുണ്ട് എല്ലാത്തിനോട്. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ ജപമാലയും ബൈബിളും എൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെക്കും. ജപമാലയും ബൈബിളും തലയ്ക്ക് ഭാഗത്ത് വെക്കുന്നവരെ കൈപൊക്കിക്കേ. മരിക്കുമ്പോഴാണോ? ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം. നേരാണോ കൈപൊക്കിയത്? വെറുതെ ആണോ? ഇപ്പോൾ ബൈബിൾ ചെറുതാണെങ്കിൽ ഒന്ന് തലയ്ക്ക് ഭാഗത്ത് തന്നെ അല്ല, കൂടെ കൊണ്ട് നടക്കണത് നല്ലതായിരിക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും. ദൈവം വ്യത്യസ്തമായ രീതി ദൈവത്തിന് എല്ലാ മീഡിയ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അതിൽ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ്. ബൈബിൾ ഇങ്ങോട്ട് കൊടുക്കുന്നു കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായി, നിനക്ക് നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും. ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിന് മനസ്സിലായി കാണും എല്ലാ വിഷയം. അപ്പോൾ നിനക്ക് എന്നതിനെ എംപവർ ചെയ്യും. കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിന്നിലേക്ക് തരും. ഇതിലൂടെ നീ മുന്നോട്ട് പോകാൻ പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പം നീ ഒരു സുഖസ്ഥനായ നമ്മൾ പറഞ്ഞൂടെ ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, ഈശോ എന്താ പറഞ്ഞത്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം 10 പൈസ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആള് വലിയ മണ്ടനാണെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഈ പന്നിയുടെ ദൈവത്തെ നിഷേധിക്കും, അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും. എന്തിനാണെന്നറിയാവോ? മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടി ലൈക്ക് കിട്ടാൻ വേണ്ടിയാണ്. എന്തൊരു പ്രലോഭനമാണെന്ന് അല്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ പാപികൾ വരുന്നൊന്നല്ല, പാപികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നുണ്ട്. കൈയുടെ ശ്രദ്ധിക്കിട്ടാലും
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. അപ്പോഴിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷനാണെങ്കിലും ഭയമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും കൊന്ത പ്രാർത്ഥിക്കാനല്ലെങ്കിൽ ഒരു ഉറപ്പിന് തലയ്ക്ക് ഭാഗത്ത് വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. മക്കളെ, എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഇവർക്ക് ഡിപ്രഷനാണ്, ഇവർക്ക് ഭയമാണ്, ഉത്കണ്ഠയാണ്. പക്ഷെ അവർ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും കൊന്ത മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ്. അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ച് അത് വെക്കുകയാണ്. അവരെത്രയോ വർഷങ്ങളാണത് വെക്കണത്. പക്ഷേ ഇപ്പം അവരുടെ ജീവിതത്തിൽ, ഈ ധന്യയുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്ന്. എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് സ്വതവേ ഡിപ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലം ആയിപ്പോയി. വലിയ പ്രശ്നമായി. വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി. കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ഒറ്റപ്പെടുന്നുള്ള ഉറപ്പാണ്. നാത്തുമാരും അമ്മയൊക്കെ ഒരു കൈയായിരിക്കും എപ്പോഴും. കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പെട്ടുള്ള ആസ്തി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷെയർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ലോക്കറിൽ വെച്ച് അപ്പത്തിന് അവർ പൂട്ടും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ. നിങ്ങളെ ഒരു 10 കൊല്ലം 15 കൊല്ലം വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടില്ലേ. എനിക്ക് കെട്ടിച്ചു വിട്ട ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ ഓടുന്ന വേണ്ട അകത്ത് കിടന്ന് ഓടരുത്. മറിച്ച് ഒരു 15 കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ. നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കണം. നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ 2 പ്രസവമൊക്കെ കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ല അമ്മയമ്മ അങ്ങനെ പറഞ്ഞ് അമ്മയമ്മ അതുകൊണ്ട് കുശിച്ചിട്ട് എന്നെ ഒഴിവാക്കി, എന്നെ പുറത്താക്കി, ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അവർ ആങ്ങളെയും മക്കളും അല്ലേ, അവരമ്മയും മക്കളും അല്ലേ, അതുങ്ങൾ ഒരു രക്തമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ കഴുതകൾക്കില്ല പലതിനും. അപ്പോൾ തന്നെ അവിടെ കയറി വെളിച്ചപ്പാടാകും. വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ, നമ്മുടെ സ്വന്തം കാലം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. മുത്തവരാണെങ്കിൽ എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും. നിങ്ങൾ ഓർത്തേക്കണം, എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ച് നിങ്ങൾ എന്ത് കാണിക്കാനാ? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് പ്രസവിക്കാൻ പോയച്ചും തിരിച്ചു വന്നിട്ട് അവൾ വരണില്ല. അവളെന്താ പറയണത്? മാറി താമസിച്ചാൽ വരത്തുള്ളതെന്നാണ് പറയണത്. നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്താ വെച്ചാൽ 2 പെങ്ങന്മാർ പറഞ്ഞു വിടാനുണ്ട്. ഒരമ്മയുണ്ട്, മൂത്തനെ കെട്ടിച്ചതിൻ്റെ കാശിന് കടം തീർന്നിട്ടില്ല. പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഏത് പൊട്ടിക്കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന്. പക്ഷെ അവൾക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പ്രസവിച്ച് കാണിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അവനെ പറ്റിക്കണം. അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ്. നാട്ടുകാരുടെ മുമ്പിൽ പെറ്റതാണെന്ന് വെച്ചാൽ പെറ്റതാണ്, കെട്ടിയതാണെന്ന് കെട്ടിയതാണ്, കുഴപ്പമില്ല. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽപ്പുണ്ടെന്ന് അറിയാമോ? വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽക്കുകയാണ്. ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവനോട് മൂക്ക് കൊണ്ട് ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവിടെ ഒരു ജീവിതത്തിലാകും. നിങ്ങൾ ഉടമ്പടി എടുക്കണ കൊള്ളാം, പക്ഷേ ഉടായ്പുണ്ടാക്കരുത് ജീവിതത്തിൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുന്നത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത്? ഞാനിവിടെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, അവിടെ പ്രാർത്ഥനയും ഇല്ല, പള്ളിയുമില്ല, പട്ടക്കാരും ഇല്ല. ഞാൻ അപ്പം നീ ഒരു അത്ഭുത സ്വപ്നാളത്തിയാ? അല്ല എന്താ വെച്ചാൽ ഇവിടെ പറയണാണേ, അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനെ ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും. എന്താ പ്രശ്നം വെച്ചാൽ അതായത് അവരെ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ
ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണത്. അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ. കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കുരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കുരായിരം ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നിൽ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല അപ്പോൾ ചില ചേട്ടത്തിമാരൊക്കെ ഒന്നിച്ചും കൊണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് തരും. ഞാൻ പറഞ്ഞു എന്താ പരിപാടി, ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നച്ചാന്ന് പറയുക. ഞാൻ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്ന? കണ്ടില്ല, ആൾക്കാർ പറയണ്ടെന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയും പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വയസ്സ് എത്ര ഉണ്ട്? വയസ്സ് 56. ആർക്ക്? അപ്പോൾ ഇവർക്ക് 56 വയസ്സുണ്ട്. അപ്പോൾ ഭർത്താവിന് എത്ര വയസ്സുണ്ടാവും? 60 വയസ്സെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു 60 വയസ്സുള്ള എവിടെയെങ്കിലും പോട്ടെ, കേൾക്കുന്നത്. അതായത് ഈ വിഷയം സിമ്പിൾ എടുക്കണില്ല. ഇത് ഞാനങ്ങനെ ഓർക്കണം എന്താ വെച്ചാൽ ഇവർക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു അവിശ്വാസിയായ ഭർത്താവ് ആര് മുഖേന വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ഭാര്യ മുഖേന. ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത്. കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ്, ശാരീരിക ചാബല്യം ഭയങ്കരമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒലിപ്പിച്ച് നോക്കി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഉപദ്രവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഭയങ്കര പാർട്ടിയാണെന്ന് വിചാരിക്കും. ഒരു പാർട്ടിയല്ല അയാളൊരു ഭീരുവാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധമില്ലാത്തതുകൊണ്ടാണ് ഇവർ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടെന്ന്. നിങ്ങളൊന്നും വിട്ടിട്ടില്ല, ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യമുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇത് അമ്മയെ കളത്തിലിറക്കണം. അമ്മ ഇത് ഞാൻ പിടിച്ച് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണവട്ടെല്ലാം പോകാൻ? ഇല്ല, പറ്റത്തില്ല. അയാളുടെ നമ്പരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമ്പർ മൊബൈലും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേറെ മൊബൈൽ, വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവും അയാൾക്ക്. എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും ഊട്ടടക്കാനൊന്നും പറ്റത്തില്ല. മറിച്ച് മര്യാദക്ക് കർത്താവേ എന്തെങ്കിലും വഴിപ്പിശക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിലെന്ന് പറയുമ്പോഴേ നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. നിങ്ങളിപ്പോൾ ഇപ്പോൾ അവിശ്വാസിയായ ഹസ്ബൻഡാണ്, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത്? നിങ്ങൾ പറയണം അയാൾ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ. ദാറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ്. നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വേണം കർത്താവേ ആ മനുഷ്യൻ പാപിയായിട്ട് ജീവിക്കരുത്, അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പുകാരത്തി ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്. അപ്പോൾ വിഷയം മാറും. എന്താ കാര്യം? ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊട്ടിക്കാളി നേരത്തെ ചെയ്തിരിക്കണത് എന്താണ്? അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് താമസിക്കും. എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് മെച്ചമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സന്തോഷത്തോടെ നീ ചെയ്ത നന്മകൾ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല
നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ. നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ അറിയാവോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക്. നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ ഗുണം അതാണ്, ജീർണത കുറയും ജീവിതത്തിൽ. ഇപ്പം അതിന് ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 16:7 മുതൽ. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്ന കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ. കുടുംബജീവിതത്തിലായാലും ശരി, ഇപ്പൊ ഒരു ഭർത്താവ് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ. അപ്പം മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകൾ വേറെ വല്ല രഹസ്യ ബന്ധങ്ങളെ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ. അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുടുംബപരമായ ജീർണതയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകപ്പെടാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ എന്താ പറയണത്, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയും. ഇപ്പം നമ്മുടെ ഈ പ്രിയ വയനാട് അവരുടെ സാക്ഷ്യം തന്നെ നോക്കിയേ. അവർ ഇപ്പം ഈ അവരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് തോന്നുന്നതാണോ സത്യമാണോ എന്നറിയത്തില്ല, അവർ ഒറ്റപ്പെടുന്ന പോലെ തോന്നി. ഒറ്റപ്പെടുകയും ചെയ്ത് ഭർത്താവ് ഇവളെ കുറ്റം പറയുകയും ഒഴിവാക്കുകയും ചെയ്ത്. അപ്പോൾ ആ വീട്ടിൽ ആർക്കും അവൾ ഇല്ല. ഇഷ്യൂസായി, കുടുംബത്തിൽ ഇഷ്യൂ ആയി. അവൾ നമ്മളൊരാളെ കെട്ടിച്ച് വിട്ട് അവരുടെ കാര്യം നോക്കി അവർക്ക് മാതാപിതാക്കന്മാരുടെ ചുമടിറക്കി വെക്കുകയാണല്ലോ. അപ്പോഴാണ് അവർ പണ്ട് അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ കൊച്ചും കൂടി അവൾ തിരിച്ചു വരികയാണ്. അപ്പോൾ വീട്ടിൽ അസ്വീകാര്യമാകുന്ന അവസ്ഥയാണ് അവൾക്കറിയാം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും. ഡിപ്രഷനൊക്കെ വന്നുള്ള പ്രശ്നം അതാണ്. എന്നിട്ട് ഇവൾ കരഞ്ഞുകൊണ്ട് ആരും അവൾക്കില്ല, വീട്ടുകാരുമില്ല, കെട്ടിച്ച വീട്ടുകാരുമില്ല, എല്ലാം പെട്ടെന്ന് എല്ലാം തീർന്ന് ഇവൾക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോൾ ഇവർ അന്ന് മരിക്കുകയാണ്. അപ്പോൾ ആ മരിക്കണ മുമ്പ് ഇവൾ കുഞ്ഞിനെ ഉമ്മ വെക്കും. കുഞ്ഞിനെ ഉമ്മ വെക്കുമ്പോൾ കുഞ്ഞ് ഈ തലയുടെ താഴെ നിന്ന് കൃപാസനം പത്രം എടുത്ത് അമ്മക്ക് കൊടുക്കും. 2 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. എന്നിട്ട് കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ കുഞ്ഞ് ഉറങ്ങണതേ ദൈവം ഒരാളെ ജീർണിക്കണ്ട, എൻ്റെ നിർമ്മലൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ജീർണിക്കാൻ പോകുമ്പോൾ ദൈവം സംരക്ഷിക്കേണ്ട. ഇത്രയും നാൾ അവളുടെ തിരക്കഭാഗത്ത് കൊന്തയും ബൈബിളും വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിനൊരു നന്ദിയുണ്ട് അവളോട്. അവളെ നശിക്കാൻ ദൈവം അനുവദിക്കണില്ല. ഭർത്താവ് ഉപേക്ഷിച്ചാലും നിൻ്റെ വീട്ടുകാർ നിൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും
ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കാത്ത അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയണത്, ഈ കുഞ്ഞ് 2 വയസ്സല്ലേ ഉള്ളൂ. കുഞ്ഞിന് അറിയത്തില്ല. കുഞ്ഞ് അത് എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിപ്പോവും. പക്ഷെ കുഞ്ഞിൻ്റെ കൈ അവിടെ തലയ്ക്ക് ഭാഗത്ത് ബൈബിളിൽ അകത്ത് വെച്ചാണ് ഉറങ്ങണ കുഞ്ഞ്. അപ്പം ഇവളോട് പരിശുദ്ധാത്മാ പറയും, കൈ അടയാളം വെച്ചിങ്ങനെ എടുത്ത് വായിക്കാൻ പറയും. ഉടനെ ഇവൾ കൊതിയോടെ എടുത്തിട്ട് കൈ അടയാളം വെച്ചെടുത്ത് വായിക്കും. അതെന്താണെന്നറിയാമോ? ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം. അത് ഐസയാണ് 49:15. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അതാണ്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. എന്താ അർത്ഥം? എന്താണ്? എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ കൊത്തി വെച്ചിരിക്കണം. എന്തിനാ? എനിക്കിടയ്ക്കിടയ്ക്ക് നോക്കാൻ, നീ എന്ത് ചെയ്യണം നോക്കാൻ. അതാണ്, എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അപ്പനും നിന്നെ കാണത്തില്ല, നിൻ്റെ ഭർത്താവ് നിന്നെ കാണത്തില്ല, നിൻ്റെ ഭാര്യ നിന്നെ കാണാത്ത കാലമുണ്ടെങ്കിലും കർത്താവിൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഒരുമിച്ച് പാടുക. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എൻ്റെ ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉടമ്പടിയിലുള്ള ഈ ഉറങ്ങാത്ത ദൈവം, അതായത് ഞാൻ നിന്നെ കണ്ടുകൊണ്ട്, ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ ഉള്ളം കൈയിൽ തന്നെ കൊത്തിവെച്ചിരിക്കണമെന്ന്. അതൊക്കെ ദൈവത്തിൻ്റെ പരമമായ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ പത്രം എടുത്ത് കൊടുക്കണത്. ആ സ്നേഹമാണ് അവൾ അടയാളം വെച്ചേക്കണ കൈ വായിക്കോള്. യെശയ്യാ 49:16. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളിത് ഈ രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞ് വായിച്ചപ്പോൾ തന്നെ ആളിന് വായനയുടെ അഭിഷേകം കിട്ടി. ആളിന് വായനയുടെ അഭിഷേകം കിട്ടിയിട്ട് പിന്നീട് വായിക്കണം എല്ലാം ദൈവം അവരോട് നേരിട്ട് അപ്പളെ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് പറയണ പോലെ തോന്നുന്നു. അതാണ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം. അതാണ്, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണിൽ നോക്കി നമ്മുടെ കയ്യെ പിടിച്ച്, അങ്ങനെയല്ലേ പറയണത്, ഞാൻ നിന്റെ മുഖത്ത് നോക്കി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം. പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. വചനം അഭിഷേകമാകണം. എങ്ങനെയാണെന്ന് അറിയാവോ? വചനം വായിക്കുമ്പോൾ ദൈവം നേരിട്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണി നോക്കി പറയണ പോലെ നമുക്ക് തോന്നും. അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ അഭിഷേക ആനന്ദവും ആത്മശക്തിയൊക്കെ
നിറയുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് എല്ലാത്തിനും ഇത് ഈ വചന വായന അവൾ അവസാനിപ്പിക്കുന്നത് 41:10 ഐശയ്യാ 41:10 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഞാൻ നിന്നെ ശ്രുതിക്കട്ടെ ഒരുമിച്ച് പാടുക ഐശയ്യാ ഭയപ്പെടേണ്ട, പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. മറന്നാലും ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അതായത് എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആസ്തി ഭദ്രത എന്ന് പറയണത് അഭിഷേകപ്രകാരം വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഉറക്കാൻ തൂങ്ങാൻ നേരത്ത് കുറച്ച് നേരം ഒന്ന് വായിച്ചു വെച്ചാൽ ഒന്നും പറഞ്ഞാൽ അടച്ചു തല്ലി അവിടെ വെക്കുക, അങ്ങനെയല്ല. ഉടമ്പടി ഇത് വായിക്കണമെങ്കിൽ, ഈ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെങ്കിൽ, പുതിയ നിയമം വായിക്കണമെങ്കിൽ 72 മണിക്കൂർ മതി. ഞാൻ 72 മണിക്കൂർ കൊണ്ട് വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയണത്. 72 മണിക്കൂറിന് പുതിയ നിയമം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം ഉണ്ടെങ്കിൽ, ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിക്കാൻ പറ്റും. ഇത് വായിക്കണമെങ്കിൽ ഒരു അഭിഷേകം കിട്ടണമെങ്കിലാണ് 5 ദിവസം. അഭിഷേകത്തിന് 5 ദിവസമേ ഉള്ളൂ. അത് ഇങ്ങനെ വായിക്കുന്നതോറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും ദൈവ ശക്തിയൊക്കെ ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി നമുക്ക്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായി ലഹരി പിടിച്ചു പോകും. അങ്ങനെ വന്നാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ വായന അഭിഷേകത്തിലായാൽ എൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ തുടങ്ങി. ഇപ്പം ധന്യനെ ഉപദേശിച്ച് ധന്യോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെന്താ പ്രശ്നം? അപ്പൻ എന്ന് പറയുന്ന ആൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇവളുടെ അപ്പൻ. പക്ഷേ ഇവൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പനൊരു പാലത്തെ കൂടി സ്കൂട്ടിയും തള്ളിക്കൊണ്ട് പോകുമ്പോൾ പാലം ഒടിഞ്ഞ് അപ്പൻ സ്കൂട്ടിയോട് കൂടി വെള്ളത്തിൽ പോകും. പിന്നെ ആരാണ്ട് കണ്ടു നിൽക്കുന്നവർ കട്ടിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എത്തിക്കുന്ന സമയത്ത് വേറെ സംഭവം നടക്കും. അതായത് ഈ അപ്പം വീണ സമയത്ത് ഭർത്താവ് കൊച്ചിനെ കാണാൻ വേണ്ടി ഇവളുടെ വീട്ടിലുള്ള സമയത്താണ് അപ്പം വീഴണത്. ഇതൊക്കെ ഈ അപ്പനൊക്കെ ഉന്തിത്തള്ളി വീഴിക്കണത് ആരാണ്? ഇതാണ് പ്രശ്നം. ഈ ഭർത്താവ് വീട്ടിൽ വരാറില്ല. ഒരു ദിവസം അയാൾക്ക് തോന്നി കൊച്ചിനെ വന്ന് കാണണമെന്ന്. കൊച്ചിനെ കാണാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അപ്പം പാലത്തിൽ നിന്ന് വീഴും. പിന്നെ എന്താ ചെയ്യണത്? അപ്പനെയും കൊണ്ട് മരുമകൻ ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോകുമ്പോൾ പല അസ്ഥികളും വിട്ടുപോകും സ്കാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അവൾ കണ്ണീരോടെ പറയും, എന്താ പറഞ്ഞ കർത്താവേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നാളെ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥി കൂടിയിരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ നാളെ അസ്ഥി എടുക്കുമ്പോൾ അപ്പൻ്റെ അസ്ഥി കൂടിയിരിക്കും. ആ പ്രാർത്ഥനയുടെ രീതിയാണ്. പക്ഷേ വിഷയം സെറ്റിൽഡായി. എന്താണ്?
അമ്മായിയപ്പനും മരുമകനും സ്നേഹമായി, ഭാര്യയും ഭർത്താവും സ്നേഹമായി, കുടുംബം സെറ്റായി. അവളിപ്പോൾ അത് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ജീന സിസ്റ്റർ പറഞ്ഞ്, നീ ഇനി വരുമ്പോൾ അപ്പനെയും വിളിച്ചുകൊണ്ട് വരണം, എന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പനെയും വിളിച്ചുകൊണ്ട് വരികയല്ല, നീ വിസായും കൊണ്ട് വരണമെന്ന് പറഞ്ഞേ, വിദേശത്തേക്കുള്ള. അപ്പോൾ പറഞ്ഞു, ഞാൻ അപേക്ഷ പോലും കൊടുത്തില്ല, ഞാൻ എങ്ങനെ വിസായും കൊണ്ട് വരണത്? സിസ്റ്റർ പറയാം, നീ പോയി വാന്ന് പറയും. പക്ഷേ അവൾ ഇന്നലെ വന്നപ്പോൾ അവളുടെ വിസയുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിരിക്കണം, അപ്പനെയും കൊണ്ട് വന്നിരിക്കണം സാക്ഷ്യം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം രാത്രി മരിക്കാൻ പോയവളാണ് ഇവളല്ലേ. ആ കുഞ്ഞിൻ്റെ കൈ കൊണ്ട് കർത്താവ് അവളെ തൊട്ട്, നിൻ്റെ കർത്താവ് ഉണർന്നിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഉറങ്ങില്ല, മയങ്ങില്ല, നിത്യജീവനേകും ദൈവം എന്നും കാവലുണ്ട്. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോൽ അവനെന്നെ കാക്കും. കാലിടറാതെ അവനെന്നെ നയിക്കും, കൺമണി പോൽ അവനെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. സങ്കീർത്തനം 121:4. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അപ്പൊ I have carved you out in my palm എന്ന് പറഞ്ഞല്ലേ, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവം, നിന്നെ അവൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ കൺപോളകളിൽ ഉറക്കമില്ല, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ ഇരിക്കുന്നത് കാണുന്നു, ചെയ്യുന്നത് കാണുന്നു, 130 സങ്കീർത്തനം വായിച്ച. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേലിൻ പരിപാലകൻ ഉറങ്ങില്ല, മയങ്ങില്ല, നിത്യജീവനേകും ദൈവം നിത്യമുള്ള കാവലുണ്ട്. കാലിടറാതെ അവരെന്നെ നയിക്കും, കൺമണി പോൽ അവരെന്നെ കാക്കും. കാലിടറാതെ അവരെന്നെ നയിക്കും, കൺമണി പോലെ അവരെന്നെ കാക്കും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. 139 സങ്കീർത്തനം 1. പറഞ്ഞു. കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവേ പറഞ്ഞേ, കർത്താവേ അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയത് കാര്യമേ കർത്താവ് മനസ്സിലാക്കുന്നെന്നാണ്. അതാണ് സംഭവം. ഉറക്കമില്ല, അവൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു. അവൻ നീ മരിക്കാൻ പോകാൻ, നീ ജീർണിക്കാൻ, തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിത്യനായ പിതാവിന്റെ വലിയ സ്നേഹത്തിന്, ഞങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. ആ ദൈവം ജീവിക്കുന്നു, ഇന്നലെയും ഇന്നുമെന്നും. അതായത് ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇപ്പോൾ ഒരു സ്റ്റോറിയുടെ അവസരം ഉണ്ടാവും, ഒരു കേസ് സ്റ്റഡി പോണ പോക്കുണ്ടാ. എങ്ങനെയാണ് ജീർണിച്ചു പോകുന്ന പാതാളത്തിൽ തള്ളുകയില്ലെന്ന് പറഞ്ഞില്ലേ?
തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞവരെ ആ മരണത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഉയർത്തിക്കൊണ്ടുപോണ പോക്ക് കണ്ടില്ലേ? കുടുംബത്തെ റീസെറ്റ് ചെയ്ത്, ഭൗതിക ജീവിതം സെറ്റ് ചെയ്ത്, ജോലി റീസെറ്റ് ചെയ്ത്, കുടുംബത്തിലുള്ള മാനസിക ഐക്യം റീസെറ്റ് ചെയ്ത്, ദൈവം എല്ലാം റീസെറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കരുതെന്ന്. ചില ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന സംഭവം ഉടമ്പടി എടുത്തു നോക്കാം, ദൈവം പ്രവർത്തിക്കട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആ ഓരോ പ്രവർത്തനം ഞാൻ രോഗികളെ പോയി കാണാം. ദൈവം ആദ്യം എൻ്റെ വിസ പ്രോസസ്സിങ് നടക്കട്ടെ, ആദ്യം എനിക്ക് അഡ്വൈസ് മെമ്മോ വരട്ടെ, എന്നിട്ട് ഞാൻ ആഘോഷമായിട്ട് കെട്ടി ഇറങ്ങാൻ. ഇടി പെരിച്ചാൽ നീ ഇറങ്ങിയിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല, നിനക്കാണ് കാണിക്കാനുള്ളത്. നീ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ്. നിൻ്റെ അല്പവിശ്വാസം കൊണ്ടും നിൻ്റെ തരികിട വിശ്വാസം കൊണ്ടും ദൈവത്തിന് നീ വെല്ലുവിളിക്കുകയാണ്. അത് നിനക്ക് പണി വരും. അല്ല, ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാം. ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, ഞാൻ രോഗികൾക്ക് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് പത്രമായപ്പോൾ എനിക്ക് ആലപ്പുഴ പോയപ്പോൾ തന്നെ ബസ് കാശ് കുറച്ചായി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. അപ്പോൾ ദൈവത്തെ അവൾ ചെയ്യുന്ന നക്കാപ്പിച്ച ധർമ്മപ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ അളന്ന് നോക്കും. നീ ദൈവത്തെ അളന്ന് നോക്കിയവരാണെങ്കിൽ താങ്ങത്തില്ല കേട്ടോ, ദൈവം തിരിച്ചളന്നാൽ. അതാ പലർക്കും പറ്റിയിരിക്കണത്. ദൈവത്തെ അളന്ന് നോക്കിയാണ്. നിങ്ങൾ നക്കാപ്പിച്ച നീ എന്താ പറയണത്? ഞാൻ രോഗികളെ കണ്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിൻ്റെ കൈ തന്നെ പൊങ്ങണ ദൈവം അനുഭവിച്ചിട്ടാണ്. അറിയാവോ എത്ര പേരാണ് എൻ്റെ അടുത്ത് വന്നെന്നറിയാവോ കൈ പൊങ്ങണില്ലെന്നും പറഞ്ഞാണ്. അപ്പോൾ കൈ പൊങ്ങണുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ പറയണ്ടേ കൈ പൊക്കി? അപ്പോൾ അതിനെ നീ നാക്ക് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? പിന്നെ അല്ലേ നമുക്ക് വന്നിട്ട് ഓരോ മനുഷ്യരും ഉടമ്പടി എടുക്കണത് കൈ പൊങ്ങണില്ല, കാല് പൊങ്ങണില്ല, നാക്ക് പൊങ്ങണില്ലെന്നല്ലേ പറയണഞ്ഞാൽ ഉടമ്പടി എടുക്കണത്. ഇതെല്ലാം ഉള്ള നീ ഇരട്ടി പ്രാവശ്യമായിട്ട് കർത്താവിനെ സ്തുതിക്കേണ്ട ആളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നല്ലപ്പം നിന്നെ സ്തുതിക്കാനും നിന്നോട് പദം പറയാതെ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാനും ഒന്നും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ദൈവപൈതലായി എന്റെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ശ്രീകുമാരൻ്റെ സാക്ഷ്യം വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നത്. ശ്രീകുമാരൻ നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ആദ്യം സാക്ഷ്യത്തിട്ട് ശ്രീകുമാർ വിട്ടുപോയി. ശ്രീകുമാരൻ്റെ പ്രശ്നം എന്താണ്? ശ്രീകുമാർ ഒരു NRI പാർട്ടിയാണ്. നാട്ടിൽ വന്നപ്പോൾ കാലിന് കാശിൻ്റെ കയ്യിലില്ല, കാശ് മുടക്കാൻ നിവർത്തിയില്ല. കാശില്ലല്ലോ, ജോലിക്ക് എവിടെയെങ്കിലും പോയി ജോലിക്ക് മുടക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കാശില്ല. അപ്പോൾ നാട്ടിൽ വന്നൊരു ജീവച്ഛവമായിട്ട് ഇങ്ങനെ ഗതികിട്ട പ്രേതമായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഇവൻ വന്ന് ഉടമ്പടി എടുക്കണത്. ഉടമ്പടി എടുത്തപ്പോൾ അവന് തോന്നി സർക്കാരിൻ്റെ ജോലിയില്ലേ, സർക്കാരിൻ്റെ ഈ PWD വർക്കില്ലേ, അതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ അതിന് ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. ഉടനെ ശ്രീകുമാർ ഉടമ്പടി എടുത്തും ബാങ്കിൽ ചെന്നും പറയണേ, സാറേ എനിക്ക് കോൺട്രാക്റ്റ് വർക്ക് ചെയ്യണം, PWD എനിക്ക് കുറച്ച് പൈസ അനുവദിക്കണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആസ്തികളില്ലല്ലോ, നിങ്ങളുടെ അക്കൗണ്ട് തന്നെ NRI കാലത്ത് പോലും നിങ്ങൾ മര്യാദക്ക് കീപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തരാൻ നിവർത്തിയില്ല. എന്നാലും നിങ്ങളൊരു NRI അല്ലേ, ഞാനത് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു 50,000 ഇട്ട് കൊടുത്തു ബാങ്കുകാരൻ 50,000 ഇട്ട് കൊടുത്ത് വെച്ചും പുള്ളി പോയൊരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് PWD. അതെടുത്തപ്പോൾ എന്നാ പറ്റി? സർക്കാരിന് സുപ്രീം കോടതിയുടെ വിലക്ക്. കാശില്ലാത്ത സർക്കാർ സുപ്രീം കോടതി പോയിരിക്കണല്ലോ. സുപ്രീം കോടതി പോലും ചോദിച്ചില്ലേ സർക്കാരിനോട്, കാശ് എങ്ങനെയാണ് ഇങ്ങനെ കാശ് എങ്ങനെയാണ് ഇങ്ങനെ കടമായി പോയെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ചോദിച്ചില്ലെങ്കിലും പൈസ ഇല്ലല്ലോ, ഇലക്ഷൻ കഴിയാതെ സർക്കാരിൻ്റെ ഈ കാശ് കിട്ടത്തില്ല. അപ്പോൾ കാശ് കിട്ടാതിരിക്കുമ്പോൾ അത് എല്ലാ PWDക്കാർക്കും അറിയാം, സർക്കാരിൽ നിന്ന് കോൺട്രാക്റ്റ് വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, പൈസ ഇല്ല. അപ്പം പക്ഷേ ശ്രീകുമാരനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കിട്ടാതെ, ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശ്രീകുമാർ അമ്മയോട് വന്നത്, അമ്മേ
സർക്കാരിൻ്റെ കയ്യിലെ കാശ്, സർക്കാരാണെങ്കിൽ ട്രഷറി ബാനായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറയും, നിനക്ക് മാത്രം തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ പറയണത്? ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി, വേറെ ആർക്കും ബില്ല് പാസ്സായിട്ടില്ല. ഈ അതാണ് ഉടമ്പടി എന്ന് പറയണത്. ശ്രീകുമാറിന് മാത്രം ബില്ല് പാസ്സായി. ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലാത്ത സംഭവമായി പോയില്ലാന്ന്. അവൻ്റെ എത്രയോ എനിക്കറിയാം, കാര്യം എൻ്റെ അടുത്ത് എല്ലാ PWക്കാരും വരണതല്ലേ. അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് അച്ഛനെ കണ്ട് അങ്ങനെയല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് അറ്റ കൈയാണ്. ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ. മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത്? അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറയും. ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കണതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടെന്നറിയാം. നീ ബൈബിളിൽ വചനമല്ല വായിക്കണമെന്ന് ചോദിക്കുമോ? അപ്പോൾ നീ ഉടമ്പടിയിൽ എടുത്തിരിക്കണത്. അപ്പോൾ ശ്രീകുമാർ വന്ന് അമ്മയോട് പറയും, എൻ്റെ ബില്ല് പാസ്സായില്ലേ? ആർക്കും പാസ്സായിട്ടില്ല, പക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എൻ്റെ കടക്കാർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ബില്ല് അങ്ങോട്ട് പാസ്സാക്കി. നമ്മളെന്ന പ്രശ്നത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഓർക്കുക, ഇതുപോലെ ശ്രീകുമാരന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്മാരെ അനെങ്കിലും അടിച്ചു മാറ്റും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കുറിഞ്ഞിക്കാണ് തീ കൊടുക്കണത്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവമായിട്ട്. ഇവിടെ നീ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലേ എന്നല്ല പ്രശ്നം. ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് പ്രശ്നം. ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ജാതി മതം നോക്കത്തില്ല. അവന് വിശ്വാസമുണ്ടോ, ദൈവസ്നേഹമുണ്ടോ, അവൻ്റെ ഉടമ്പടി ഓക്കെ ആണോ എന്ന് നോക്കും. അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും. അതെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം, കറക്റ്റായിരിക്കണം. പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഒരു സ്നേഹത്തിൻ്റെ ബേസിലേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പം നമുക്കത് മനസ്സിലാകും. പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്തത് പ്രാർത്ഥനയാണോ എന്ന് നിനക്ക് മനസ്സിലാകണം. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കുന്നത്. അതാണ് കാരണം സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ല താത്വികവുമായിട്ടും സാങ്കേതികമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകണത് നല്ലതാണ്. ഞാനെന്താ ശ്രീകുമാരൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേ അത് കാര്യം അവന് ബില്ല് പാസ്സാക്കാൻ കാരണം എന്താണെന്നറിയാവോ? രാജാക്കന്മാരെ കൊണ്ട് വളർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ കൊണ്ട് നമ്മളെ വളർത്തുമെന്നേ. അത് ഉടമ്പടിയിലുള്ളതാണ്. യെശയ്യാ 49:23. യെശയ്യാ 49:23. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും സർക്കാരും നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അതാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നിന്നെ വളർത്താനുള്ള നടപടിക്രമങ്ങളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അത് വാഗ്ദാനത്തിന്റെ ഭാഗമാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 എഴുന്നേക്ക. മക്കളെ കൈകൾ നെഞ്ചത്ത് വെക്കുക. ഓൺലൈനിലുള്ളവർ കൈ നെഞ്ചത്ത് വെക്കുക. അച്ഛൻ ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ്റെ അടിപ്പിടേണ്ട വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തെ കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ, ജീവദുരിതങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളും പേശികളും സന്ധിബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളിലും ആന്തരിക കോശങ്ങളും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ
അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ്. നിൻ്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം നിന്നെ കൈവച്ച് പ്രാർത്ഥിക്കാം. ഒന്നിലേറെ രോഗങ്ങളുണ്ടെങ്കിൽ കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കുന്ന സമയമാണ്. അമ്മ മാതാവിൻ്റെ കൃപാസനാക്കുന്ന ഓരോ സൗഖ്യവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെ അടുപ്പിച്ചിട്ടുള്ള എല്ലാ ദിവ്യബലികളെയും ആരാധന നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവരെ, ഇവിടുന്ന് വിശുദ്ധീകരിച്ച് പോയിട്ടുള്ളവരെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ ആസ്തികളെ കർത്താവേ നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ശിരസിലൊക്കെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊശങ്ങൾ, പെസ്റ്റുകൾ, ഞരമ്പുകൾ, ഓട്ടിസം രോഗങ്ങൾ, അത് അപസ്മ രോഗങ്ങൾ, RSS രോഗങ്ങൾ, PCOD രോഗങ്ങൾ കർത്താവേ, വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവരെ ഈശോയെ ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങൾക്ക് വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളെ ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങിപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്രധാന പറഞ്ഞു കിടത്താൽ ഹൃദയത്തെയും കരളിനെയും സ്പർശിക്കണമേ. കർത്താവെ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ, തൈരോയിഡിനെ സ്പർശിക്കണമേ, സ്പോണ്ടിലോസിനെ സ്പർശിക്കണമേ. എല്ലാ ഗണ്ഡികളും, എല്ലാ പേശികളും, എല്ലാ കുടലുകളും, എല്ലാ ആമാശയങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയെ അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, കൈ നെഞ്ചത്ത് പിണച്ചു വെക്കുക. ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, പഠനത്തിൻ്റെ പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഭവനരഹിതർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലിക്ക് തടസ്സമുള്ളവർ, ഓഫീസിൽ പ്രോബ്ലമുള്ളവർ, അന്യദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവർ, നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാതാവേ, അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല. അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. മക്കൾ എന്ത് അവസ്ഥയിലായാലും അമ്മയാവുമ്പോഴേ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിന് അങ്ങ് ഓർത്തുകൊണ്ട് ഈ നിമിഷം അവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, സന്തോഷത്തോടെ മുട്ടുന്ന
എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയുടെ തിരുസേനയിൽ കൈകൾ കുപ്പി കണ്ണ് നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസേനയെ സമർപ്പിക്കട്ടെ. നിന്റെ അനുഗ്രഹത്തിൻ്റെ സമയമാണിത്. നിനക്ക് വേണ്ടി മാത്രം സ്വർഗം തുറക്കുന്ന സമയം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഒരുമിച്ച് എല്ലാവരും കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ മക്കൾ അങ്ങയുടെ ദിവസത്തിന്റെ ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങ് ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളൊരു വീടില്ലാത്തവർ, എല്ലാ മക്കളെയും മക്കൾ ദുർനടപ്പിൽ പോയവരെ, തെറ്റായ പ്രണയബന്ധങ്ങൾ കുരുങ്ങിപ്പോയവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, പിതാവേ മഹത്വം. കണ്ണുകളടച്ച് മൗനമായി വീണ്ടും പ്രാർത്ഥിക്കുക. ഉടമ്പടി വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി, കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപാസനത്തിൽ വന്നിറങ്ങുന്നവരെല്ലാം അപകടമില്ലാതെ പോകാൻ, സ്വസ്ഥവും സമാധാനം സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആഴ്ചത്തെ യാത്രകൾ, നിങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. എഴുതുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കുന്ന വിഷയങ്ങൾ, പ്രമാണങ്ങൾ, പട്ടയങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾക്ക് നിന്ന് അപേക്ഷകൾ പൂരിപ്പിക്കുന്നുവോ അതെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ, നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ, സമയത്തിൻ്റെ അധിപതിയായ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവർ, ഭാര്യ പിരിഞ്ഞുപോയവർ, ഭർത്താവ് പിരിഞ്ഞുപോയവർ, തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കളുടെ വിഷമങ്ങൾ കാരണം ജീവിതം തന്നെ തീർന്നെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരെ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അന്യനാടുകളിൽ നിന്ന് ഈ ആഴ്ചയിൽ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ തിരിച്ചു പോകാനിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആഴ്ചയിൽ നടക്കുന്ന വിവാഹങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യ കുർബാനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി നിറഞ്ഞു ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, പിതാവേ നന്ദി, പിതാവേ ആരാധന, പിതാവേ മഹത്വം. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. സമാപന ആശീർവാദം സ്വീകരിക്കാം. സന്തോഷം സ്വീകരിക്കാം. ആശീർവാദ സമയത്തും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും
ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നിന്നെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ സ്നേഹം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. നിന്റെ വിജയകരമായ വലത്തുകൈ എപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, രാജാക്കന്മാരുടെ എല്ലാം ഉള്ളത്തെ അലിയിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് നിന്റെ കൃപ ചൊരിയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെ ഒത്തിരി കൃപകളാൽ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ